എന്താ മണ്ണാർക്കാട്ടൊക്കെ സംഭവിച്ചത്? നിങ്ങൾ ഒന്നുമല്ലാതെ സംഭവിച്ചു. അന്നതാ വലിയ ആള് പറയുന്നുണ്ട്, എന്തായാലും മണ്ണാർക്കാട് നിങ്ങൾ തോൽപ്പിക്കണം, ഒരു കാലത്തും അയാളെ വിജയിപ്പിക്കരുത് എന്നാണ്. മണ്ണാർക്കാട് MLA അയാളിപ്പോ മന്ത്രിയാവാൻ പോവാ. കേട്ടോളി ബാക്കി. പട്ടൂരി നൗഷാദേ, നീ ഒരു കാലത്ത് AP സ്റ്റാൻഡായി നടന്നു, വലിയ ആളായിട്ട് വലിയ പ്രസംഗവും എൻ്റെ എത്ര പ്രസംഗവും യൂട്യൂബിൽ അടിച്ചാൽ കിട്ടുമെന്നറിയോ? AP സ്ഥാനം ഇപ്പോൾ എത്തിയതും അതാണ് വലിയ ഇതാക്കിയതൊക്കെ. അപ്പോൾ നമ്മൾക്ക് സ്ഥാനവും അതൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള വലിയ പുണ്യാളനായി. അപ്പം നമ്മളടുത്ത ചവിട്ടി മറ്റുള്ളതായിട്ട് ഇറക്കുമ്പോൾ, നമ്മളെ സ്വഭാവ ദൂഷ്യങ്ങളെ കൊണ്ട് ചവിട്ടിയായിട്ട് ഇറക്കുമ്പോൾ നമുക്ക് വലിയ എതിർപ്പായിരിക്കും മറ്റവരെ കൊണ്ട്. അപ്പോൾ എന്നോട് പറയാനുള്ളത്, നമ്മളെ സ്വഭാവം ഇഷ്ടമില്ലായിട്ട് അല്ല, നമ്മളെ നെറികേടുകൊണ്ട് നമ്മളൊരാളെ ചവിട്ടി പുറത്താക്കുമ്പോൾ പിന്നെ ഓന് ജീവിതകാലം മുഴുവൻ ആ പുറത്താക്കിയല്ല കുറ്റം പറഞ്ഞ് നടന്നിട്ടുള്ളൂ. അങ്ങനെയുള്ളൂ ഇബ്ലീസ്. മനുഷ്യവർഗത്തിന് തന്നെ ഇബ്ലീസ് ശത്രുവായിട്ടാണ് വന്നത്. എന്തുകൊണ്ടാണ്? ഇബ്ലീസിനെ പണ്ട് ഇബ്ലീസ് ഒരു കാലത്ത് മലക്കിന്റെ അള്ളാഹ്ക്ക് ഏറ്റവും വേണ്ടിയ മലക്കുള്ള നേതാവായിട്ട് വായുന്ന ആളല്ലേ. അപ്പൊ അന്ന് നല്ല ചവിട്ടി അന്ന് അവനെ പുറത്തെറിഞ്ഞത് കൊണ്ട് അന്ന് വരെ ഇന്ന് വരെ ഇന്നല്ല ക്യാമനാൾ വരെ അവനെ ഈ മറ്റേ മനുഷ്യരായിട്ടുള്ളൊരു നന്മയിലേക്ക് മനുഷ്യൻ എന്തായാലും അവൻ നയിക്കാനുള്ള അവനെ അന്ന് ദൃഢം ചെയ്ത് വന്നതാ. അപ്പോൾ അതുപോലെ തന്നെയാണ് നീയും നിന്റെ കൂട്ടരും. നിന്നെ ചവിട്ടി പുറത്താക്കിയത് കൊണ്ട് അന്ന് വരെ ഇന്ന് വരെ ഏൽപ്പിക്കാർക്കും കുറ്റം പറഞ്ഞിട്ടു, ഏൽപ്പിക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പേരോട് എനിക്ക് AP സ്ഥാനേക്കാട്ടിലും വെറുപ്പ് നിനക്ക് പേരോടിനോടാ. അതിന്റെ കാരണമൊക്കെ വ്യക്തമായിട്ട് അറിയാലോ. കാരണം പേരോടിനെ വഹാബിയാക്കിയിട്ടോ പേരോടിനെ ഇതാക്കിയിട്ടോ അല്ലെ ഏൽപ്പിക്കാർ അങ്ങനാണ്, അല്ലെ ഏൽപ്പിക്കാർ ഇങ്ങനെയാണ്, അല്ലെ ഏൽപ്പിക്കാർ ഇലക്ഷൻ അത് ചെയ്ത് ഇത് ചെയ്ത് എന്ത് ഏൽപ്പിക്കാരെന്ന് പറഞ്ഞാൽ എന്താ? ഏൽപ്പിക്കാർ പണ്ടേ പറഞ്ഞത്. ഏൽപ്പിക്കാരോട് അന്ന് കുറച്ച് AP സ്ഥാനം കഴിഞ്ഞ ഇതിൽ തന്നെ പറഞ്ഞല്ലേ, കുറച്ച് ആൾക്കാർ AP സ്ഥാനോട് വെറുപ്പ് ഒന്ന് AP സംഘടനയോട് അത്രയും ക്രൂരമായി പ്രതികരിച്ച സമയത്ത് അതിനനുസരിച്ച് നിന്നുകയും അത് മണ്ണാർക്കാട് വിഷയങ്ങൾ വലിയ ഇതിൽ കുത്തിപ്പൊക്കുന്നുണ്ടല്ലോ. അതൊക്കെ അന്ന് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇന്നിപ്പോ ഒരാള് നല്ല സൗഹാർദ്ദമായിട്ട് നല്ല ലോകത്തിൽ നിൽക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ നമ്മക്കില്ല. പിന്നെ എന്താണ് തിരിച്ച് പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത നിനക്കെന്തിനാ വേജാറ്? സംസു കഴിഞ്ഞ ദിവസം സഖാഫിയും കണ്ട് അതിനുള്ള കോപ്പി വരുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ്? അതൊക്കെ നിങ്ങൾക്ക് അരി വാങ്ങാൻ വേണ്ടിയുള്ളൊരു ഇത് കിട്ടിയെന്നുള്ളല്ലാതെ ഇതൊന്നും സംഘടനക്കോ മറ്റൊന്നും ഒരു കോട്ടം അതിനെ ചില്ലില്ല. നീ നിന്റെ പണിയിൽ മുന്നോട്ട് പോകാന്നല്ലാതെ ഈ AP സ്ഥാനം തകർക്കാനോ അല്ലെ സംഘടന തകർക്കാനോ നിനക്ക് മൂന്നാൾക്ക് നിന്റെ അടുപ്പും കല്ലൊക്കെ ഒരിക്കലും നടക്കൂല. പണ്ട് അതിലും വലിയ നേതാക്കളും വലിയ ഇതുമായിട്ടു പണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ടായ സമയത്ത് അതാണ്, അല്ല പള്ളി വരുന്ന സമയത്ത് നടക്കൂല എന്ന് പറഞ്ഞ ആളെന്ന് പള്ളിയിൽ നല്ല ഉഷാറിൽ പോകുന്നുണ്ട് എന്നൊരു കുഴപ്പമില്ല. അതൊക്കെ അങ്ങനെ തന്നെ വേണോ? നമ്മളിപ്പോ കലാകാലം ഇപ്പൊ ഒരു മനുഷ്യന് വെറുപ്പല്ലോ. പണ്ട് നബിനെ വധിക്കാൻ നടന്ന ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇപ്പോ ഏറ്റവും വലിയ നേതാവായിട്ട് നബിന്റെ കൂടെ നടന്നത്. അതിലങ്ങേപ്പുറം ഒന്നല്ലല്ലോ. അപ്പം പൊറുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു ചിഹ്നമാണ്. ഇസ്ലാമില് ക്ഷമക്കാണ് ഇസ്ലാം ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പം പൊറുക്കുക, തെറ്റി നിൽക്കാതിരിക്കുക, അതാണല്ലോ ഇസ്ലാം ഏറ്റവും വലിയ കൽപ്പിക്കുന്നത്. നീ ആർക്ക് എന്ത് ആദർശത്തിനാണ് നിങ്ങൾ നടക്കുന്നത്? എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കുക, കുറച്ച് മറ്റൊന്ന് കുറ്റം പറയുക, അതിന് 10 ആളെ കൂട്ടുക, ഇതിലൊന്നും ഒരു നാശമില്ല. അല്ല ഒരു സംഘടനക്ക് ഒരു നാശമില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങള് സ്വയം വില ഇല്ലാതായി പോകാന്നല്ലാതെ. അപ്പൊ ഏതായാലും ഇത്രേ പറയാനുള്ളൂ. ഇബ്ലീസും ചവിട്ടി പുറത്താക്കി ഇബ്ലീസ് തരെ പിന്നെ ആ നല്ല പാതയിലേക്ക് പോയില്ല. അതുപോലെ തന്നെയാണ് ചവിട്ടി പുറത്താക്കി നോക്കുക. അത് ചവിട്ടി അതല്ലെങ്കിൽ നീ പറയണം ഇന്ന് ചവിട്ടി പുറത്താക്കിയല്ല. അത് നിന്റെ പല ക്ലിപ്പിലും പറയുകയും ചെയ്തു ചവിട്ടി പുറത്താക്കിയതാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത്ര പറയാനുള്ളൂ, തൽക്കാലം ഇത്ര പറയാനുള്ളൂ.